ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2007 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അൺഎർത്തഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിയുടെ വൺ ലൈനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഇതുപോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം ലൈക്കുകളായിട്ടും തന്നു കഴിഞ്ഞാലേ ഇതുപോലെയുള്ള ഒരുപാട് മൂവീസ് ഇനിയും ഈ ഒരു ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥയുടെ തുടക്കത്തിലെ ഒരു പഴയ ഗുഹയാണ് കാണിക്കുന്നത്. അതിനകത്ത് ആരെന്നറിയാത്ത ഒരാൾ എന്തോ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ പേപ്പറിലെല്ലാം എഴുതി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതോ ഒരു ക്രിയേച്ചറിന്റെ ശരീരഭാഗങ്ങൾ ഈ ഒരു കേവിനുള്ളിലുള്ളതുപോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ക്രിയേച്ചറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് ഒരു തോക്കെടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും മറ്റൊരു ഡൈനറാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരു ഗ്യാസ് കൊണ്ടുപോകുന്ന ട്രക്ക് ഉണ്ട്. അതിലൊരു ഡ്രൈവർ വന്ന് ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് കോഫി എല്ലാം കുടിച്ച് അത് കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ഷോപ്പിലുള്ള ലേഡിയായിട്ട് കുറേ നേരം സംസാരിച്ച് ആ ഒരു ഡ്രൈവർ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ അതും എടുത്ത് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മരുഭൂമി പ്രദേശമാണ് കാണിക്കുമ്പോൾ ആ ഒരു റോഡിന് നടുവിലൂടെ എന്തോ ഒരു ക്രീച്ചർ ഓടി ഇങ്ങനെ പോകുന്നതും ആ ട്രക്ക് ഓടിക്കുന്ന അയാളുടെ നിയന്ത്രണം അങ്ങ് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം ചാർലി എന്ന് പറഞ്ഞിട്ടൊരു അപ്പൂപ്പൻ അയാളുടെ ഗ്യാസ് സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഈ ഒരു ട്രക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി. പക്ഷെ ഇത്ര നേരമായിട്ടും അയാൾ വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അപ്പൂപ്പൻ നേരെ അയാളുടെ കൊച്ചുമകളായിട്ടുള്ള നോഡിന്റെ അടുത്തേക്ക് ചെല്ലും. ഇപ്പം അവളാണെങ്കിൽ വേറെ എന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് നീ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതൊക്കെ പിന്നെ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റേഷന് വെളിയിലായിട്ട് മറ്റൊരു വണ്ടി ഇങ്ങനെ വരുന്നു. ഒരു പണക്കാരനാണ്. അയാൾക്കിപ്പോൾ ആ ഒരു ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ടാണ് അയാൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാർലി പൂവൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി സോറി ഇതുവരെ ഇവിടെ ഗ്യാസ് വന്നിട്ടില്ല, ട്രക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന അയാളുടെ പേര് ഹാങ്ക് എന്നാണ്. അപ്പോഴാണ് ഹാങ്ക് പറയുന്നത് ഞാൻ വരുന്ന വഴിക്ക് ഒരു ട്രക്ക് അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്നു, ഒരുപക്ഷെ നിങ്ങളുടെ ഗ്യാസ് കൊണ്ടുവന്ന ആ ഒരു വണ്ടിയായിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാർലി പൂവൻ പറയും ഓ അങ്ങനെയാണല്ലേ, ശരി ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് ഞാൻ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പൂവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഹാങ്ക് നോഡിനോട് ചോദിക്കും ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു പോകാനായിട്ട് ഈ ഒരു ട്രക്ക് കിടക്കുന്ന വഴി അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ മറ്റൊരു വഴി ഇതിലേ ഉണ്ട്, പക്ഷേ ആ ഒരു വഴിയെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഗ്യാസ് വേണം, നിങ്ങളുടെ കയ്യിലുള്ള ഗ്യാസ് കൊണ്ട് ഇപ്പോൾ അവിടേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ലോക്കൽ പോലീസായിട്ടുള്ള ആര്യയെ കാണിക്കുകയാണ്. അവളിപ്പോൾ തൻ്റെ വീട്ടിൽ കിടന്ന് എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് അവളുടെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് ഇതുപോലെ ഒരു ആക്സിഡന്റ് ഈ റോഡിൽ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ആനി എഴുന്നേറ്റ് ഉടനെ തന്നെ മദ്യം എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു മദ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ അവളുടെ അസിസ്റ്റന്റ് പറയും മേഡം നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ അവൾ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞ് ഈ ട്രക്ക് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ആനി ഇങ്ങനെ വരും. വന്ന് നോക്കുമ്പോൾ ഈ ഒരു റോഡ് ബ്ലോക്ക് ആക്കിയാണ് ആ ഒരു ട്രക്ക് കിടക്കുന്നത്. അങ്ങനെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇപ്പം ആക്സിഡന്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ഡ്രൈവറെ അവിടെ കാണുമല്ലോ. ആ ഒരു സമയത്താണ് താഴെ ഈ ഒരു ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറിന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണും. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പുറകിൽ എന്തോ ഒരു ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോൾ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലൂയിസ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കാണുന്നതും ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്തേനെ ഓ നീ ആയിരുന്നോ എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ ആ ഒരു ട്രക്കിന്റെ മുൻവശം നോക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഗ്രില്ല് ഭാഗം ഉണ്ടല്ലോ അവിടെ ഏതോ ഒരു ക്രീച്ചറിന്റെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ മാംസമല്ലാണ്ട്. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ലൂയിസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ച് ഉയരമുള്ള ഒരു ഭാഗത്ത് നിന്ന് ആരോ ഒരാൾ ഇവരെ രണ്ടുപേരെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ആരാണ് എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ആനിയോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഇവരെ കണ്ടതും അയാൾ അവിടെ നിന്ന് ഓടി അങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കിട്ടിയ ശരീരഭാഗം ഉണ്ടല്ലോ അതും എടുത്ത് നേരെ നോഡിന്റെ അടുത്തേക്ക് ചെല്ലും. കാരണം അവൾ ഈ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് ആ ഒരു ട്രക്ക് ആക്സിഡന്റ് ആയിട്ട് കിടന്നില്ലേ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്, ആ ഒരു ട്രക്കിന്റെ മുൻവശത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത്, ചിലപ്പോൾ ഈ ഒരു ജീവിയെ ട്രക്ക് ഇടിച്ചു കാണും. അപ്പോൾ നോഡിൻ പറയും ശരി എനിക്ക് കുറച്ച് സമയം എന്താ ഞാൻ എന്തായാലും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പിന്നെ ആ ഒരു ഡ്രൈവറിന് എന്ത് സംഭവിച്ചു, ഡ്രൈവറിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, അയാൾ അവിടെ കണ്ടില്ല എന്ന് പറയും. കാരണം അവളുടെ അസിസ്റ്റന്റ് ലൂയിസ് ഉണ്ടല്ലോ അവൻ ഇപ്പോൾ എവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മലയുടെ മുകളിൽ നമ്മുടെ ആനിയെ നിരീക്ഷിച്ച ആ ഒരുത്തൻ അവൻ ഇപ്പൊ കാണിക്കുന്നു. അപ്പൊ ഇവനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു കേവിനകത്ത് വെച്ച് കണ്ടത്. പക്ഷെ ഇവിടെയാണ് കാര്യം, ഈ ഒരു മൊട്ടത്തലേനുണ്ടല്ലോ ഇവന്റെ അടുത്താണ് ആ ഒരു ട്രക്ക് ഡ്രൈവറിന്റെ ശരീരം ഉള്ളത്. അതുപോലെ ആ ഒരു ഡ്രൈവറിന്റെ ശരീരം ഇവൻ ഇപ്പോൾ വലിച്ചു കീറിയിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവന്റെ വയറിനുള്ളിൽ ഈ ഒരു പാരസൈറ്റ് ഉണ്ടല്ലോ അത് ഒരുപാടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആനിയെ കാണിക്കുമ്പോൾ ലൂയിസ് എന്ന് പറഞ്ഞ ആ ഒരു അസിസ്റ്റന്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഫാമിനടുത്തേക്കാണ്. ഇപ്പൊ ആ ഒരു ഫാമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പശുക്കളെയെല്ലാം ഏതോ ഒരു മൃഗം കടിച്ചു കൊന്നിട്ടുണ്ട്. ഫാമിന്റെ ഓണർ പറയുന്നത് ഒരുപക്ഷെ ഇത് ചെന്നായി ആയിരിക്കാം. അതുപോലെ നിങ്ങൾ ഇത് നല്ലതുപോലെ നോക്കാത്തത് കൊണ്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് അയാള് ആനിയോട് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്.
പക്ഷെ ആനി അതൊന്നും വലിയ കാര്യമാക്കത്തില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരുത്തൻ ബൈക്കിൽ നിന്ന് ഇങ്ങനെ കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതുകൂടി കണ്ടതിന് ശേഷം നമ്മുടെ ആനി അവിടെ നിന്ന് തിരിച്ചു പോകും. അങ്ങനെ അതേ സമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ സിറ്റിയിൽ നിന്നും ഈ ഒരു റോഡ് മാർഗം മറ്റൊരിടത്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ അവരുടെ പേര് ആലി, അതേപോലെ തന്നെ കാർലോ. അതുപോലെ ഇപ്പൊ ഇവർ രണ്ടുപേരും ഏകദേശം ഒരു 200 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. ഇതുവരെ അവരുടെ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ കാർലോ പറയും, നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴിയില്ലേ, ഇതാണ് നമുക്ക് പെട്ടെന്ന് കാലിഫോർണിയയിലേക്ക് എത്താനുള്ള ആ ഒരു വഴി എന്ന് പറഞ്ഞ് ഇവർ പോകുന്ന സമയത്ത് ഒരു കാറ് നട റോഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നോക്കുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിയുടെ ആള് ആ ഒരു വണ്ടി ശരിയാക്കാണ്ട് നിൽക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കാറിലെ പറയും, ഹേയ് വണ്ടി ഇവിടേക്ക് നിർത്ത്, നമുക്ക് അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറഞ്ഞ് വണ്ടി അവിടേക്ക് നിർത്തിയിട്ട് കാറിൽ പെടുന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അല്ല എന്ത് പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതുപോലെ എഞ്ചിനിൽ ചെറിയൊരു തകരാറുണ്ടെന്ന് പറയുന്നതും കാറിലെ പറയും, ശരി ഞങ്ങൾ നിങ്ങളെ ഒരു മെക്കാനിക്കിന്റെ അടുത്തേക്ക് എത്തിക്കാം എന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ വണ്ടിയുടെ പുറകിലെടുത്തിട്ട് ഇവരെ രണ്ടുപേരും കൊണ്ടുപോവാണ്. അങ്ങനെ ഇവർ പോകുമ്പോൾ തന്നെ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട്, പെബ്ലോ എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് എത്താനായിട്ട് ഇനി വെറും 40 കിലോമീറ്റർ മാത്രമേ ഉള്ളെന്ന്. അങ്ങനെ ആലി കാർലോയോട് പറയുന്നുണ്ട്, ഹേയ് ഒരു ഹാൻസം മാനെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇവർ ഓരോ ജോക്കെല്ലാം പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു നഗരത്തിലേക്ക് എത്താറാകുമ്പോഴത്തേക്കും റോഡിന്റെ വശങ്ങളിലായിട്ട് ഈ ഒരു പശുക്കളെല്ലാം ഇങ്ങനെ ചത്തു കിടപ്പുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ റോബ് എന്ന് പറഞ്ഞ ഒരുത്തൻ തന്റെ വണ്ടിയും കൊണ്ട് ഈ ഒരു വാട്ടർ പമ്പുണ്ട് അത് ശരിയാക്കാൻ വേണ്ടി ആ ഒരു ഷെഡിനകത്ത് ഇങ്ങനെ കയറുവാണ്. എന്നിട്ട് അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു ഡോർ അങ്ങ് അടഞ്ഞു പോകുന്നു. പക്ഷെ അവൻ അത് വലിയ കാര്യമാക്കിയത് ആ ഒരു പമ്പുണ്ടല്ലോ അത് ശരിയാക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ ഒരു സ്പാനർ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് തെറ്റിയിട്ട് താഴേക്ക് വന്ന് വീഴും. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഉള്ളിലേക്ക് കൈയിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുന്നതും പെട്ടെന്ന് അവന്റെ പുറകിൽ എന്തോ ഒരു കാര്യം വന്ന് അവനെ വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. അവൻ അലറി വിളിക്കുന്ന ശബ്ദം മാത്രമേ നമ്മളിപ്പോൾ കേൾക്കുന്നുള്ളൂ. എന്തായാലും അവനെ കൊന്നിട്ടുണ്ട്. അതേസമയം ഇവിടെ ഗ്യാസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും അടുത്തൊരു വണ്ടി വരുന്നത് പോലെ നമ്മുടെ ഹാങ് ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുമല്ല അവന്റെ ബാഗ് എടുത്ത് ഈ ഒരു സ്റ്റേഷന്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആലിയും അതേപോലെ തന്നെ കാർലോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണല്ലോ അവർ മൂന്നുപേരും ഇവിടേക്ക് വരുന്നത്. കാരണം അവരുടെ വണ്ടിയിലും എന്തായാലും ഗ്യാസ് ഫില്ല് ചെയ്യണം. അങ്ങനെ ഇവിടേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചാർലി ഒന്ന് പറയും, സോറി ഗ്യാസ് ഇല്ല. അതെന്ത് പറ്റി ഗ്യാസ് ഇല്ലാത്തത്? അപ്പോൾ ഹാങ് പറയും, ഇവിടെ ഈ ഗ്യാസ് കൊണ്ടുവരുന്ന ആ ഒരു വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ നമ്മുടെ ചാർലി എപ്പോഴും പറയും, ശരി എന്തായാലും ഗ്യാസ് വരുന്നത് വരെ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ഇവിടെയുള്ള മറ്റൊരു ഷോപ്പിൽ നമ്മുടെ ഷെരീഫ് വന്ന് വീണ്ടും ഈ ഒരു മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ റോബിന്റെ പശുക്കളെ ഒന്ന് ചത്തുപോയി, അതിനു വേണ്ടിയിട്ടാണ് അവൻ അവിടേക്ക് വിളിച്ചത് എന്നെല്ലാം പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ റോബ് എന്ന് പറഞ്ഞാല് ആ ഒരു ഫാം നടത്തുന്ന അയാളുണ്ടല്ലോ അവന്റെ പേരാണ്. അവനിപ്പോൾ വീണ്ടും മാനിയെ വിളിച്ചിട്ട് ഇതുപോലെ അവന്റെ മറ്റൊരു പശുവിനെ കാണാനില്ല എന്നുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ ഇത് കേട്ട ലൂയിസ് പറയും, ശരി ഞാൻ എന്തായാലും പോയിട്ട് ആ ഒരു കാര്യം അന്വേഷിക്കാന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ചാർലി അപ്പൂവന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഹാങ് അതേപോലെ തന്നെ എവിടേക്ക് വന്ന 2 പെണ്ണുങ്ങൾ അവരുടെ കൂടെ വന്ന അവർത്തുണ്ടല്ലോ അവൻ ഇവരെല്ലാവരും ചാർലി അപ്പൂവന്റെ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു വീട്ടിലേക്ക് ആനി വന്ന് ചാർലിയുടെ വീട്ടിലെ പുതിയ ആളുകളെ കാണുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എവിടെ നിന്നാ? അപ്പൊ ഹാങ് ആലി ഇവരെല്ലാവരും പറയും, ഞങ്ങൾ ഇതുപോലെ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ഗ്യാസ് ഇല്ല, അടുത്ത ദിവസം വരുമെന്നാണ് പറഞ്ഞത്, അതുവരെ ഇവിടെ കഴിയാൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ആനി ചോദിക്കും, അല്ല നോഡിന് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ആ ഒരു ഗ്രീൻ ഹൗസിലാണ് എന്ന് പറയുന്നതും ആനി നേരെ ആ ഒരു ഗ്രീൻ ഹൗസിലേക്ക് ചെല്ലാണ്. ഇപ്പൊ നോഡിൻ അവളുടെ മുത്തശ്ശനായിട്ടുള്ള ചാർലിയോടൊപ്പം എന്തോ ഒരു കാര്യം ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ആനി നടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ നോഡിൻ പറയും, ദേ ഇവിടേക്ക് ഒന്ന് നോക്ക്, പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഇവള് കൊടുത്ത ആ ഒരു ശരീരഭാഗം ഉണ്ടല്ലോ അത് അവള് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, ഇതൊരു പുതിയ ജീവനാണ്, പക്ഷെ ഒരിക്കലും നമ്മുടെ പ്ലാനറ്റിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം നമ്മുടെ നോഡിൻ പറയുന്നതും ഇവിടെ ആ ഒരു ഡൈനറിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡൈനറിനുള്ളിൽ നിന്ന് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് വലിയ വേസ്റ്റ് ബിന്നുണ്ട്, അവിടേക്ക് ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇതിനടുത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെ ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയായിട്ട് ഒരു കാർ കിടക്കുന്നു. ആ ഒരു കാർ നിറയെ രക്തം, എന്താണ് സംഭവിച്ചെന്ന് അവൾക്ക് അറിയത്തില്ല. ഇപ്പൊ ആ ഒരു കാർ കിടക്കുന്ന അടുത്ത് ഒരു വലിയ മരമുണ്ട്, അതിന് മുകളിലേക്ക് നോക്കുമ്പോൾ അതിന് മുകളിൽ ഈ കാറിലുണ്ടായിരുന്ന ഒരാളുടെ ശരീരം ആ ഒരു മരത്തിന് മുകളിലിരിക്കുന്നു, മറ്റൊരുത്തന്റെ ശരീരമാണെങ്കിൽ താഴെയും. അങ്ങനെ ഇത് കൂടി കണ്ടിട്ട് ആ ഒരു പെണ്ണെന്താ ചെയ്യുന്ന വെച്ചാല് ഓടി ആ ഒരു ഡൈനറിനകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ ഡോറും അടച്ച് ഒരു ലൈറ്റും എടുത്ത് വെച്ച് ഒരു ഷോട്ട് ഗണ്ണും എടുത്ത് വെച്ചേക്കാണ്. നല്ല പേടിയുണ്ട്. ഇപ്പോൾ വെളിയിൽ നിന്ന് നല്ല ശബ്ദവും കേൾക്കുന്നുണ്ട്. ഓക്കെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അടുത്ത റൂമിലേക്ക് പോവാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി അടുത്തൊരു റൂമിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നതും ഇപ്പൊ ഇതിനകത്ത് ആ ഒരു ക്രീച്ചർ ഉണ്ടല്ലോ അത് കയറി ആ ഒരു ശബ്ദം അവൾക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയും. ഇവളതിൽ ഈ ഒരു തോക്കും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഡോറ് ആ ഒരു ക്രീച്ചർ ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു. അവൾ ഒരുപാട് നേരം അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും, പക്ഷെ കഴിയത്തില്ല. അതിന് മുന്നേ തന്നെ ആ ഒരു ക്രീച്ചർ ഈ ഒരു ഡോർ ഇടിച്ച് പൊളിച്ച് അതിന്റെ കൈയുള്ളിലേക്ക് ഇടുമ്പോൾ ഇത് കൂടി കണ്ട് പേടിച്ച ആ ഒരു പെണ്ണ് പെട്ടെന്ന് അടുത്തൊരു ചെറിയ വിൻഡോ ഉണ്ട്, അവിടെയുള്ള ഗ്ലാസ് ഇടിച്ചങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അതുവഴി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് എല്ലാം മുകളിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ വയറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മുറിയും. അങ്ങനെ അവൾ കാലുൾപ്പെടെ വെളിയിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നതും അതിന് മുന്നേ തന്നെ
അവളുടെ കാലിലേക്ക് ആ ഒരു ക്രീച്ചർ പിടിച്ച് വലിച്ചിട്ട് അവളെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു പെണ്ണിന്റെ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ചാർലി അപ്പൂവന്റെ അടുത്ത് കാണിക്കുമ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു മുട്ടയുണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതേ മുട്ട അവനെ ഇപ്പൊ കാണിക്കാണ്. ഇപ്പോഴാണ് ഇവന്റെ പേര് നമുക്ക് മനസ്സിലാവുന്നത്, കെയിൽ. ഇപ്പൊ അവൻ വന്നിട്ട് നമ്മുടെ ചാർലി അപ്പൂവനോട് ഈ ഒരു ക്രീച്ചറിനെ പറ്റിയുള്ള പുതിയ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ചാർലി അപ്പൂവൻ എന്തോ ഒരു കാര്യം കൊടുത്തു വിടുന്നുണ്ട്. അതും എടുത്ത് അവന്റെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇവിടെ ആ ഒരു ഗ്രീൻ ഹൗസിനുള്ളിലാണെങ്കിൽ ആനി ആ ഒരു ക്രീച്ചറിന്റെ ശരീരഭാഗങ്ങളെല്ലാം ഇങ്ങനെ പരിശോധിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും നോഡിൻ പറയും, ഇതിനെ എന്തായാലും മറ്റൊരു ലാബിലേക്ക് കൊണ്ടുപോയിട്ട് കൂടുതലായിട്ട് പരിശോധിക്കണം, എനിക്ക് ഇത്ര മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഞാൻ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ്സിനെ പറ്റിയാണ് എന്നുള്ള കാര്യം നോഡിൻ പറയും. അതേസമയം ഇവിടെ ആലിയുടെ ഫ്രണ്ട് കാറിലുണ്ടല്ലോ, അവളാണെങ്കിൽ അവരോടൊപ്പം വന്ന ആ ഒരു പയ്യനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇവിടെ ആലി ആണെങ്കിൽ ഈ ഒരു ഷോപ്പ് വിട്ട് വെളിയിലേക്ക് പോയി നടക്കാന്ന് പറഞ്ഞ് അവൾ വെളിയിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ പലയിടങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആ ഒരു സമയത്താണ് ഡോർ തുറന്ന് ആരോ വെളിയിലേക്ക് വരുന്നു. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ചാർലി അപ്പൂപ്പനാണ്. എന്നിട്ട് അവളോട് പറയും, അല്ല ഈ ഒരു രാത്രി നീ എന്താ ഇവിടെ ചെയ്യുന്നത്, എന്നാൽ അധികം വെളിയിൽ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവളെ റൂമിനകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവളോട് ഗുഡ് നൈറ്റും പറയും. ഇവിടെ കാറിലോ ആണെങ്കിൽ ആ ഒരു പയ്യനോട് സംസാരിച്ച് ഇവർ രണ്ടുപേരും കിച്ചന്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ആലി റൂമിലേക്ക് കയറാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ അവളുടെ വയറിലേക്ക് ആ ഒരു ക്രീച്ചർ അതിന്റെ കൈ കൊണ്ട് കുത്തിയങ്ങിറക്കും. എന്നിട്ട് അവളെ ഇങ്ങനെ കൊല്ലുന്നതും ഇവരെ രണ്ടുപേരും ഈ ഒരു കാര്യം അറിയുന്നില്ലല്ലോ, കിച്ചണിൽ നിൽക്കല്ലേ. പെട്ടെന്നാണ് ആലിയുടെ ശരീരം എടുത്ത് ആ ഒരു കിച്ചണിലേക്ക് ഒരു ഒറ്റയേറ്. ഇപ്പൊ അവിടെയുള്ള ഗ്യാസ് എല്ലാം കത്തി പിടിച്ചിട്ട് ഒരു ചെറിയ പൊട്ടിത്തെറി സംഭവിക്കുന്നതും ഈ ഒരു ശബ്ദം കേട്ട് ബാക്കി എല്ലാവരും അവിടേക്ക് ഓടി വരുന്നു. നമ്മുടെ ആനി ഷെരീഫ് ഉണ്ടല്ലോ, അവൾ ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്ന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഇതിന് മുകളിലൂടെ ആ ഒരു ക്രീച്ചർ ഇങ്ങനെ നടന്നു പോകുന്ന ശബ്ദം ഇവർക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു കിച്ചണിൽ വീണ്ടും പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ ഇവർക്കാർക്കും വലിയ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും താഴെ വീണ് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ജനാല വഴി ഈ ഒരു ക്രീച്ചർ ഇങ്ങനെ പോകുന്നു. ആനിയോട് ഹാങ് പറയും, മേഡം അതിനെ ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ അവൾ വിട്ടുന്ന അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. അങ്ങനെ ആനി ഓടി അവിടേക്ക് ചെന്ന് ഈ ഒരു പൊട്ടിയ കണ്ണാടി പീസെല്ലാം എടുത്തിട്ട് അത് ഈ ഒരു ജനാല വഴി പുറത്തേക്ക് വെച്ച് തന്നെ നോക്കാണ്. അപ്പോൾ ഈ ഒരു ക്രീച്ചറിനെ അവൾ കാണുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ചാർലി അപ്പൂപ്പൻ തോക്കുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും ഒരു ക്രീച്ചർ ജനാലയുടെ അടുത്തേക്ക് വീണ്ടും വരുന്നത് നമ്മുടെ അപ്പൂപ്പൻ അവിടേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷെ അതിനു മുന്നേ ആ ഒരു ക്രീച്ചർ ജനാലയെ തകർത്ത് അതിനകത്തേക്ക് വന്നിട്ട് ഈ അപ്പൂപ്പൻ അറ്റാക്ക് ചെയ്യും. നോഡിനാണെങ്കിൽ അവളുടെ മുത്തശ്ശനെ വിട്ട് പോകാനും കഴിയത്തില്ല. അപ്പൊ ആനി എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഓടി വന്ന് അവളുടെ ആ ഒരു ജീപ്പിൽ നിന്നും തോക്കെടുത്ത് അതിൽ ബുള്ളറ്റിൽ ലോഡ് ചെയ്തിട്ട് നേരെ ഈ ഒരു ക്രീച്ചറിനെ നോക്കി നിൽക്കണം അത് വരുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഒന്നും വരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു ഷോപ്പ് മുഴുവനായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. അതിൽ അവൾ തെറിച്ച് താഴേക്കൊന്ന് വീഴും. എന്നിട്ട് നല്ല പേടിയിൽ തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പൊ അവളുടെ തോക്ക് മിസ്സായി പോയി. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്ലെയർ ഗൺ ഉണ്ട്, അതും എടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ് ഇത് വരുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. പെട്ടെന്നാണ് പുറകിലൂടെ ഒരു കാർ വരുന്നത്. ഇവൾ അത് കണ്ട് പേടിച്ച് ഈ ഒരു ശബ്ദം കേട്ട് പേടിച്ച് തിരിച്ച് ആ ഒരു കാറിലേക്ക് ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് നമ്മുടെ കാറിലെയും അതേപോലെ തന്നെ അവളുടെ കൂടെയുള്ള വേറൊരു പയ്യനുണ്ടല്ലോ അവനും പിന്നെ നോഡിനും ഇവര് മൂന്നുപേരും മാത്രം ആ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന ആ ഒരു കാറും എടുത്ത് ഇപ്പൊ നമ്മുടെ ഷെരീഫിനെ കൊണ്ടുപോയിട്ട് വന്നേക്കാണ്. അങ്ങനെ നമ്മുടെ ഷെരീഫ് ആനിയെ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഇവർ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും ആനി ആ ഒരു ക്രീച്ചറിനെ ഇപ്പൊ കാണുന്നുണ്ട്. അത് ഇവരുടെ പുറകെ ചാടി വരാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാർ പെട്ടെന്ന് പോകുന്നത് കൊണ്ട് അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഇവർ ആ ഒരു വണ്ടി ഓടിച്ച് കുറെ ദൂരം വരുമ്പോഴത്തേക്കും ഇതിൽ ആൾറെഡി തന്നെ പെട്രോൾ കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂവൽ മൊത്തം തീർന്നിട്ട് ഇതിപ്പോ പാതി വഴിയിലേക്ക് നിൽക്കാണ്. അങ്ങനെ എല്ലാവരും നമുക്ക് അബദ്ധം പറ്റി, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആനി പറയും, നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരിക്കും, എന്നിട്ട് എല്ലാവരും കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആനി പറയും, ഇനി നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോവാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങാണ്. അതേസമയം ഇവിടെ ലൂയിസിനെ കാണിക്കുമ്പോൾ റോബ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാം നടത്തുന്ന അയാളുണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് വന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാണ്. കാരണം ഇയാളുടെ ഒരുപാട് പശുക്കൾ ഇപ്പൊ ചത്തിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയില്ല സംസാരിക്കുമ്പോഴത്തേക്ക് ഇയാൾ വളർത്തുന്ന കുതിരകളുണ്ട്, അത് കരയുന്ന ശബ്ദം കേട്ട് അത് കരയുന്നു. അപ്പൊ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ലൂയിസ് പറയും, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് അവരിപ്പോ ആ ഒരു ഷെഡിനകത്ത് ഇങ്ങനെ കയറി ചെല്ലാണ്. അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഈ ഒരു കുതിരയെ കെട്ടിരിക്കുന്ന ഒരു റൂമുണ്ട്, അതിന്റെ ഡോർ നല്ലതുപോലെ ഷേക്ക് ആവുന്നു. അങ്ങനെ ലൂയിസ് അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ഡോർ തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണുന്നില്ല, അതുമല്ല അവിടെ വെളിച്ചമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ടോർച്ച് അടിച്ച് അവൻ കുറച്ചുകൂടി അകത്തേക്ക് ചെന്ന് നടന്നിങ്ങനെ നോക്കാണ്. പെട്ടെന്നാണ് ഈ ഒരു ക്രീച്ചർ അവന്റെ പുറകിലൂടെ അവനെ അറ്റാക്ക് ചെയ്ത് ലൂയിസിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ആനി അതേപോലെ തന്നെ ബാക്കിയുള്ളവരുണ്ടല്ലോ, ഇവരെല്ലാവരും ഇപ്പൊ കുറെ ദൂരം നടന്ന് കെയിൽ എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു റിസർച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അതുമല്ല ഇവരെല്ലാവരും അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടല്ലോ അയാളുടെ ശരീരം ഇവിടെ ഉള്ളതായിട്ട് അവർ കാണുന്നത്. അതുപോലെ നമ്മുടെ നോഡിനാണെങ്കിൽ അവളുടെ ബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോ എവിടെയാണെന്ന് ചോദിച്ചിട്ട്, അല്ല എന്റെ മുത്തശ്ശൻ എന്തെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ മരിച്ചു എന്നുള്ള കാര്യം അവളോട് പറയും. അപ്പോഴേക്കും നോടി ചോദിക്കും, അല്ല കെയിൽ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആനി പറയും, അവനിവിടെ ഉണ്ടാവും, ചിലപ്പോൾ ആ ഒരു ഗുഹയ്ക്കുള്ളിലായിരിക്കും. ഓക്കെ നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട്
ഇവരെല്ലാവരും ആ ഒരു കേവിനകത്തേക്ക് നടന്നു കയറുമ്പോൾ ഈ ഒരുപാട് വവ്വാലുകളെല്ലാം പറന്നു പോകുന്നുണ്ട്. എല്ലാവരും നല്ലതുപോലെ അങ്ങ് പേടിച്ചു പോകും. അങ്ങനെ ഇവർ അതിനുള്ളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തേക്ക് വീണ്ടും വഴിയുണ്ട്, അതും താഴേക്കാണ്. അപ്പൊ ആനി നോഡിനോട് പറയും, ശരി നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ്. ഇപ്പൊ നോഡിനാണ് ആദ്യം ഇറങ്ങുന്നത്. അവള് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ ഉണ്ട്. അതിനകത്ത് ഈ ഒരു ക്രീച്ചറിന്റെ ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാറിലൂടെ കൂടെ വന്ന ആ ഒരുത്തനുണ്ടല്ലോ അവനും ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ നോഡിനോടൊപ്പം തന്നെ അവൻ കണ്ടുപിടിക്കുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയെല്ലാം നോക്കുമ്പോൾ 900 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന കുറച്ച് ആളുകളെ പറ്റിയും അതേപോലെ അവർ വിശ്വസിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്രീച്ചർ ഭൂമിയിലുണ്ടായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് അത് ചെകുത്താനോ അങ്ങനെ എന്തോ ഒന്നാണ്. പക്ഷെ ആ ഒരു കാര്യം അങ്ങനെയല്ല, അത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കെയിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും താഴേക്ക് വന്ന് അതിലെങ്ങനെ ശ്രദ്ധിക്കും. അപ്പോഴേക്കാണ് മുകളിലെ കാർലോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മാത്രം അവിടെ നിന്ന് കരയുന്നു. ഈ ഒരു ശബ്ദം കേട്ട് ഇവരെല്ലാവരും ആ ഒരു ഏണി വഴി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ കെയിൽ ഇപ്പോൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇവരുടെ കൂടെയുള്ള ആ ഒരുത്തനെ തോക്ക് ഉപയോഗിച്ച് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും മിണ്ടാതിരിക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോഡിൻ പറയും, അതല്ല എന്റെ മുത്തശ്ശൻ മരിച്ചു എന്ന് പറയുമ്പോൾ നിന്റെ മുത്തശ്ശനും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കും, അല്ല നീ എന്ത് കാര്യമാണ് മറച്ചു വയ്ക്കുന്നത്, എന്താ നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു സത്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ലാൻഡിൽ ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരെല്ലാവരെയും ഇല്ലാതാക്കിയത് ഈ ഒരു ക്രീച്ചറാണ്. അപ്പോഴേക്കും നോഡിൻ അവനെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോസെല്ലാം എടുത്ത് കാണിച്ചിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴാണ് ആ ഒരു ക്രീച്ചറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു ജീവികളൊക്കെ വന്നിട്ടുള്ളത് ഒരിക്കലും ഭൂമിയിൽ നിന്നല്ല, അത് ആകാശത്ത് നിന്നാണ്. അത് ഇവിടേക്ക് വന്ന് ഇവിടെയുള്ള ആ ഒരു പോപ്പുലേഷൻ മുഴുവനായിട്ടും ഇല്ലാണ്ടാക്കുമായിരുന്നു. അതുമല്ല ഇവരുടെ കയ്യിൽ പച്ച നിറത്തിലുള്ള എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു ക്രീച്ചർ വന്ന് ഭൂമിയിലുള്ള പല രീതിയിലുള്ള ജീവികളുടെ DNA കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും കെയിൽ ഇവരോട് പറയും. അതുമല്ല ഈ ഒരു ക്രീച്ചറിനെ ഇല്ലാതാക്കാനായിട്ട് ഇവരൊരു പ്രത്യേകതരം വിഷം കണ്ടുപിടിച്ചിരുന്നു. അതുപയോഗിച്ചിട്ട് ഈ ഒരു ക്രീച്ചറിനെ ഇല്ലാണ്ടാക്കി ഇനി ഒരു 90 വർഷം എനിക്ക് ഈ ഒരു സ്ഥലം പ്രൊട്ടക്ട് ചെയ്യണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പൊ ആന്റി ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ കാറിന്റെ കീ എനിക്ക് തരാൻ പറയുമ്പോൾ അവൻ ഒരിക്കലും അത് കൊടുക്കാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോഴേക്കും ഇവരുടെ കൂടെയുള്ള ആവർത്തനുണ്ടല്ലോ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കെയിലിനെ അടിച്ച് താഴേക്കിട്ട് അവസാനം കെയിലിനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കെട്ടിയിടും. എന്നിട്ട് ആനിയാണെങ്കിലോ കെയിലിന്റെ കാറിന്റെ കീ ഉണ്ടല്ലോ അത് നേരെ മുകളിലേക്ക് ചെന്ന് അവന്റെ കാറിലൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും എവിടെയും കിട്ടുന്നില്ല. പക്ഷേ അവള് പെട്ടെന്ന് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ താഴെ നമ്മുടെ നോഡിൻ കെയിലിനോട്, ശരി ആ ഒരു കാറിന്റെ കീ എവിടെ, പ്ലീസ് നീ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറയുമ്പോൾ കെയിൽ പറയും, ആ ഒരു കീ ദേ ആ ഒരു കല്ലുകൾക്ക് പുറകിലുണ്ടെന്ന് പറയുന്നതും ഇത് കേട്ട കാറിലു പെട്ടെന്ന് അവിടേക്ക് ചെന്ന് അതിനുള്ളിലേക്ക് കൈയിട്ടിട്ട് ആ ഒരു കീ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അതിനകത്തൊരു പാമ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവളെയും കൊത്തുന്നതും ഇവൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ ഇവൾ കരയാൻ തുടങ്ങും. അങ്ങനെ ഇതുകൂടി ആവുന്നതും കാർലോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരുത്തനുണ്ടല്ലോ അവൻ ഓടി വന്ന് കെയിലിനെ ഇടിച്ച് താഴേക്കിട്ട് അവനോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ആ ഒരു തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്ക് ആനി വന്ന് അവനെ തടഞ്ഞിട്ട്, ഏയ് അവനെന്ന് ചെയ്യരുത്, അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ, കാരണം അവനെ ഈ ഒരു ക്രീച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും കെയിൽ പറയും, അതെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് പറയുന്നതും ഇപ്പോൾ കെയിലിന്റെ കയ്യിൽ ഇതിനുള്ള മരുന്നുണ്ട്. അങ്ങനെ അവൻ അതെടുത്ത് തരാന്ന് പറഞ്ഞിട്ട് ഇവന്റെ കെട്ടഴിച്ച് വിടുന്നതും അവനിപ്പോൾ ആ ഒരു കേവിനകത്തേക്ക് ഓടിക്കയറിയിട്ട് അതിനകത്ത് നിന്ന് ആ ഒരു മെഡിസിൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാണ്. എന്നിട്ട് അതൊരു സിറിഞ്ചിലേക്ക് കയറ്റി ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരുടെ എല്ലാവരുടെ ശ്രദ്ധ മാറുമ്പോഴത്തേക്കും ആ ഒരു മരുന്ന് ആനിയുടെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത്, കാറിലേക്ക് കുത്താതെ ആനിയുടെ കയ്യിലേക്കാണ് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അവളുടെ ഇരിക്കുന്ന ആ ഒരു തോക്ക് രണ്ടും പിടിച്ചു വാങ്ങി ഇപ്പൊ ഇവരെല്ലാവരെയും നിർത്തിയിട്ട് നോഡിനോട് പറയും, നിന്റെ മുത്തശ്ശനെ ഞാൻ തുടങ്ങി വെച്ച ആ ഒരു കാര്യം അതെന്തായാലും അവസാനിപ്പിച്ചേ പറ്റൂ, അതുകൊണ്ട് നീ അത് ചെയ്യണമെന്നും പറഞ്ഞ് ഇപ്പൊ അവളെ നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ക്രീച്ചർ വേറെ ഒന്നുമല്ല ഏലിയനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു ഏലിയൻ നശിപ്പിക്കാനായിട്ടുള്ള ആ ഒരു വിഷം ഉണ്ടല്ലോ അതിപ്പോ മിക്സ് ചെയ്തിട്ട് ഒരു സിറിഞ്ചിനുള്ളിൽ മരുന്ന് പോലെ ഇങ്ങനെ കയറ്റാണ്. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഇവർ ചോദിക്കുന്നത്, അല്ല കാർലോയെ രക്ഷിക്കണ്ടേ, അതിനുള്ള മരുന്ന് തരാൻ പറയുമ്പോൾ കെയിൽ എന്തായാലും ആ ഒരു മരുന്നെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും അവളുടെ ദേഹത്ത് കുത്തിവെച്ച് അവളെ രക്ഷിക്കും. അപ്പോഴേക്കാണ് ഹാങ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ പെട്ടെന്ന് ഇവരാരും കാണാതെ ആ ഒരു കീയും എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് അവന്റെ കാറിനടുത്തേക്ക് നടന്നു പോകുന്നതും ഇത് കെയിൽ കണ്ട് അവനെ ഷൂട്ട് ചെയ്ത് താഴെയിടും. എന്താന്ന് വെച്ചാൽ അവന്റെ കാർ മോഷ്ടിക്കാനായിട്ട് വേറെ ആരെയും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ടുള്ള ആ ഒരു മലയുടെ മുകളിൽ നിന്നും ഒരു പാറ താഴേക്ക് ഉരുണ്ടു വരുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു ഏലിയൻ അതിന് മുകളിലുണ്ടായിരുന്നു, അതെന്തായാലും താഴേക്ക് വരാൻ പോവാണ്. ഇത് കണ്ട് ബാക്കി എല്ലാവരും ആ ഒരു കേവിനകത്തേക്ക് ഓടിക്കയറും. ഇപ്പൊ കെയിൽ മാത്രം ആ ഒരു തോക്കും വെച്ച് വെളിയിൽ നിൽക്കാൻ ആ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് താഴേക്ക് വരുന്നു. അങ്ങനെ കെയിൽ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം അങ്ങനെ കൊള്ളുന്നില്ല. ഇപ്പൊ ആ ഒരു ഏലിയൻ കൂടുതൽ ദേഷ്യപ്പെട്ട് അവന്റെ പിറകെ വരുന്നതും നോഡിന് ആ ഒരു ഗുഹയുടെ വെളിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ കെയിൽ ഓടി ഇവർ രണ്ടുപേരും അകത്തേക്ക് ഓടി പോകുമ്പോഴത്തേക്കും കെയിലിനറിയാം ഈ ഒരു ഗുഹ എങ്ങനെയുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ നടുവിലൊരു കുഴിയുണ്ട്, അത് ചാടിക്കടന്ന് അവനപ്പുറത്തേക്ക് പോകുമ്പോൾ
നോഡിന് ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴും. അതേസമയം ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരെല്ലാവരും ഒരിടത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂടുതലുള്ള ആ ഒരുത്തം പറയുന്നത്, ഓക്കെ ഞാൻ എന്തായാലും കാറിനടുത്തേക്ക് പോയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ വിളിക്കാം, അപ്പോഴേക്ക് എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിയിട്ട് അവൻ ആ ഒരു ലൈറ്റും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും പെട്ടെന്ന് നിൽക്കുന്ന ആ ഒരു ഏലിയന്റെ മുന്നിൽ. അങ്ങനെ അവൻ അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ബാക്കി മൂന്നുപേരും ആ ഒരു കേവിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടാണ്. ഓടി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കേവിനെ താങ്ങി നിർത്തുന്ന ചില കമ്പം തടികളൊക്കെ ഉണ്ട്. ആദ്യം ഇവൻ ചവിട്ടി അങ്ങ് മാറ്റുന്നതും അതെല്ലാം കൂടി പൊളിഞ്ഞ് ഈ ഒരു ഏലിയന്റെ മുകളിലേക്ക് വീഴുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ രക്ഷപ്പെട്ട് അപ്പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും അവന് രക്ഷയില്ല. കാരണം ആ ഒരു ഏലിയൻ ഇപ്പോൾ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കൊല്ലുകയാണ്. ഇവിടെ കുഴിയിൽ വീണ നമ്മുടെ നോഡിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും ആ ഒരു ലൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ പതിയെ മുകളിലേക്ക് കയറാൻ വേണ്ടി ആ ഒരു ഏണി വഴി പിടിച്ച് ഇതിന് മുകളിലേക്ക് കയറുന്നതും അതിന് മുകളിൽ ആ ഒരു ഏലിയൻ ഉണ്ടായിരുന്നു. ഇവളെ കാണുന്നത് അവളുടെ മുകളിലേക്ക് ചാടി വീണ് അവളെ കൊണ്ട് ആ ഒരു കുഴിയിലേക്ക് തന്നെ വീഴാണ്. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ആനിയും ടീമും അവരെല്ലാവരും ഇപ്പോൾ വെളിയിലേക്ക് വന്ന് ഒരു കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ നോഡിനെ കാണിക്കുമ്പോൾ ഈ കുഴിക്കുള്ളിൽ അവളിങ്ങനെ കിടക്കാണ്. അവളുടെ അടുത്തേക്ക് ആ ഒരു ഏലിയൻ പതിയെ ഇങ്ങനെ വരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവളെ ഒന്നും ചെയ്യാതെ അത് പതിയെ പുറകിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ഇവിടെ ആനിയന്റെയും ടീമിനെ കാണിക്കുമ്പോൾ അവരെല്ലാവരും ഈ ഒരു കാറും കൊണ്ട് നേരെ വരുന്നത് റോബ് എന്ന് പറഞ്ഞ അയാളുടെ ഫാമിനടുത്തേക്ക്. അപ്പോൾ കാറും കൊണ്ട് അവിടേക്ക് വരും. കാരണം ലൂയിസ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ ഇവിടെയാണല്ലോ ഉള്ളത്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഈ ഒരു ഫാമിനകത്തേക്ക് കയറി ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ള കുതിരകളെല്ലാം ഈ ഒരു ഏലിയൻ കൊന്നു വെച്ചേക്കുന്നു. അതുമല്ല ഇവർക്ക് ഇവിടെ നിന്നും പെട്രോൾ ക്യാൻ ഉണ്ടല്ലോ, അതുമല്ല കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ ഇവർ ആ ഒരു തോക്കും ലൈറ്റെല്ലാം വെച്ചിട്ട് അവിടെ ഈ ഒരു പെട്രോൾ ക്യാനെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. അതുമല്ല ലൂയിസിനെ ഇവർ വിളിച്ചു നോക്കും, പക്ഷെ അവന് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും അടുത്തൊരു ഷെഡിനകത്തേക്ക് ഡോർ തുറന്നിങ്ങനെ കയറുമ്പോഴത്തേക്കും അതിനകത്ത് നിൽക്കുന്നു റോബ് ഇവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് പറയുന്നത്, ഏയ് പേടിക്കണ്ട ഞങ്ങളാണെന്ന് പറയുന്നതും. അല്ല ലൂയിസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ റോബ് ലൂയിസിന്റെ ശരീരം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലൂയിസിനെ ആ ഒരു ഏലിയൻ എന്തായാലും കൊന്നു. അതുമല്ല അതിന്റെ ശരീരത്തിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ റോബ് ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെടുത്ത് ഇവരെ കാണിച്ച് ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ആനിക്ക് അവളുടെ അഡിക്ഷൻ കാരണം ഈ ഒരു മദ്യം കഴിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈൻ കുപ്പിയുണ്ട്, അതെടുത്ത് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ നോഡിനെ കാണിക്കുമ്പോൾ കെയിലിപ്പോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു ഏലിയന്റെ ശരീരഭാഗം ഇവർക്ക് കിട്ടും. അപ്പൊ അതിനുള്ളിലാണ് ആ ഒരു പാരസൈറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് അത് വെച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഉള്ളിലേക്കും ആ ഒരു പാരസൈറ്റ് കയറുന്നത്. അപ്പോഴേക്കും നോഡിൻ പറയും, പക്ഷെ ആ ഒരു ഏലിയൻ എന്റെ മുഖത്തിനടുത്തേക്ക് വന്നാണ് എന്നെ നോക്കിയത്, എന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ല, എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ കെയില് പറയും, ഒരുപക്ഷെ അതിന് ആ ഒരു പോയിസൺ സ്മെല്ല് ചെയ്യാൻ കഴിയുമായിരിക്കും, അത് നിന്റെ ദേഹത്ത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഒന്നും ചെയ്യാത്തത്. അപ്പൊ ഇത് കേട്ട നോഡിൻ, ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിസൺ ഉണ്ടാക്കാനുള്ള ബാക്കി മെറ്റീരിയൽസ് ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ അവൾ വെളിയിലേക്ക് വന്ന് നോക്കി ഒരു റേഡിയേഷൻ മെഷീൻ കണ്ടുപിടിക്കും. എന്നിട്ട് കെയിലിനെ വിളിച്ച് വീണ്ടും ആ ഒരു കേവിനുള്ളിലേക്ക് പോയിട്ട് ഇവർ അതിനകത്ത് നിന്ന് യുറേനിയം കണ്ടുപിടിക്കും. കാരണം ഈ ഒരു യുറേനിയം വെച്ചിട്ട് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ ഒരു കാര്യത്തെ പറ്റി നോഡിൻ കെയിലിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് വേറെ കുറച്ച് മെറ്റീരിയലും കൂടി വേണമെന്ന് കെയിലിനോട് പറയുന്നതും ഇവിടെ റോബിന്റെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മുടെ റോബിന് ഈ ഒരു ക്രീച്ചറിനെ പറ്റി ഇതിന് മുന്നേ തന്നെ അറിയാമായിരുന്നു. പക്ഷെ പണ്ട് കാലത്ത് വന്നതായിട്ടാണ് അവൻ അറിഞ്ഞത്. വീണ്ടും അത് എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത് എന്നവൻ അറിയത്തില്ല. അപ്പോഴേക്കാണ് ഹാങ് ഇതെല്ലാം കേട്ടിട്ട് ഓക്കെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കാറും എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ റോബ് പറയും, ശരി എന്തായാലും ഇവിടെ ഒരു കാറുണ്ട്, പക്ഷെ അത് ഇത്തിരി പഴയതാണ്, അതിന്റെ ബാറ്ററി എന്തായാലും വർക്ക് ആവത്തില്ല എന്ന് പറയും. ബാനി പറയും, ശരി നമ്മൾ വന്ന ആ ഒരു കാറിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ തോക്കും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതുമല്ല ഈ ഒരു ഏലിയന്റെ ശബ്ദം പലയിടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അവള് തോക്ക് ആ ഒരു വശത്തേക്കെല്ലാം ഇങ്ങനെ നീട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആനി തിരിച്ചു വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് ഞാനത് ശരിയാക്കിയെന്ന്. അതേസമയം ഇവിടെ നമ്മുടെ കെയിലിനെ നോഡിനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഇത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അത് നോഡിന്റെ ആ ഒരു ഗ്രീൻ ഹൗസിലുണ്ട്, അവിടേക്ക് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും നേരെ അവിടേക്ക് ഓടി ചെല്ലാണ്. എന്നിട്ട് അവിടെ ചെന്ന് ആ ഒരു ജനറേറ്റർ ഓൺ ആക്കുന്നതും എന്തായാലും അവളുടെ ഗ്രീൻ ഹൗസ് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെടുത്തുകൊണ്ട് വന്ന ആ ഒരു കല്ലിൽ നിന്നും യുറേനിയം ഇവരിതിനെ സെപ്പറേറ്റ് ആകാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ആനിയാണെങ്കിൽ റോബിനെ വിളിച്ചിട്ട് അവന്റെ പഴയ കാറിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു ബാറ്ററി ഇങ്ങനെ ഇളക്കി മാറ്റും. അങ്ങനെ ഇളക്കി മാറ്റുന്ന സമയത്ത് ആനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കാരണമാണ് ഒരുപാട് പേര് മരണപ്പെട്ടത്, ഞാൻ ഒരിക്കലും ഇങ്ങനെ കുടിച്ച് നടക്കരുതായിരുന്നു എന്നെല്ലാം അവൾ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ റോബ് അവളെ സമാധാനിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ആ ഒരു ഷെഡിന് മുകളിലായിട്ട് ആ ഒരു ഏലിയൻ അത് വരുന്നു. ഇവിടെ കാർലോയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഹാങ് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനെയും ചേർത്ത് ഇവർ രണ്ടുപേരും ഒരു കാറിൽ കയറിയിരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ആനിയാണെങ്കിൽ ആ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിനെ കൊള്ളുന്നില്ല. അത് മാറി മാറി പോകുന്ന സമയത്ത് ഇവള് പുറകിലേക്ക് നടന്ന് പെട്ടെന്ന് കാല് തെറ്റി അവളുടെ തല വന്ന് ഒരു ഇരുമ്പിലിടിക്കും. അങ്ങനെ ഇടി കൊണ്ട് ആനിയുടെ ബോധം പോയിട്ട് അവൾ താഴെ കിടക്കാണ്. ഇവിടെയാണെങ്കിലോ ഇവർ രണ്ടുപേരും ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുമല്ല കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ഹാങ്ക് ആകെ പേടിച്ചിട്ട് ഈ ഒരു കാറിലിട്ട് രണ്ടുമൂന്ന് ഇടി പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ആനി ഓടി ഈ ഒരു കാറിനകത്തേക്ക് വന്നിരിക്കും. ഇപ്പൊ അവളുടെ പുറകെ ആ ഒരു ഏലിയൻ വന്നിട്ട് ഹാങ്ക് ഉണ്ടല്ലോ അവന്റെ ദേഹത്തേക്ക് കൈയിട്ട് ഹാങ്കിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. എന്താന്ന് വെച്ചാല് റോബ് ഉണ്ടല്ലോ ആനിയെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ജീവൻ ത്യാഗം ചെയ്തു.
അതുകൊണ്ടാണ് ആനി രക്ഷപ്പെട്ട് ഈ ഒരു കാറിലേക്ക് വന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നങ്ങ് പോവാണ്. ഇവിടെ ആ ഒരു ഗ്രീൻ ഹൗസിനുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ കെയിലും അതേപോലെ തന്നെ നോഡിനും ഇവർ രണ്ടുപേരും ആ ഒരു പോയിസൺ എങ്ങനെയും റെഡിയാക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് രക്ഷപ്പെട്ട് വന്ന നമ്മുടെ ആനിയും കാർലോയും ഇവര് രണ്ടുപേരും കാർ കൊണ്ട് വരുന്നത് ഈ ഒരു ഗ്രീൻ ഹൗസിനടുത്തേക്കാണ്. അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ നോഡിനും കെയിലും വെളിയിലേക്ക് വന്ന് ഇവരെ രണ്ടുപേരും സേഫ് ആയിട്ട് അകത്തേക്ക് കൊണ്ടുവന്നു. കാരണം ആ ഒരു ഏരിയൻ ഇവരുടെ പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ ബാക്കി മൂന്നുപേരും അകത്തേക്ക് ഓടി കയറുന്നത് നമ്മുടെ കെയിൽ അവിടെ നിന്നിട്ട് ഈ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യും. പക്ഷെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിനൊന്നും ആവുന്നില്ല. അത് വീണ്ടും അവന്റെ മുന്നിലേക്ക് തന്നെ വരും. അപ്പൊ അവന്റെ കയ്യിലുള്ള ആ ഒരു ബുള്ളറ്റ് തീർന്ന് അവനൊരു കോടാലി എടുത്ത് ഇതിനെ വെട്ടാനായിട്ട് വരുമ്പോ ഇതൊരു ഒറ്റയടി ഇവൻ തെറിച്ച് അടുത്തുള്ള ആ ഒരു കാറിന് മുകളിലേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ ആ ഒരു ഏലിയനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അതിനു മുന്നേ തന്നെ അവനെ ആ ഒരു ഏരിയ കൊല്ലുന്നതും നോഡിൻ, ആനി ഇവരെല്ലാവരും ഈ ഒരു കാര്യം കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ നോക്കി നിൽക്കാണ്. എന്നിട്ട് ആ ഒരു ഏലിയൻ പതിയെ തിരിഞ്ഞ് നോഡിനടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. ഈ ഒരു സമയത്ത് ആനി കെയിലിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ മരിക്കാറായിട്ട് കിടക്കാണ്. അപ്പോഴാണ് അവൻ ആ ഒരു പോയിസൺ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെ എത്രയും പെട്ടെന്ന് കൊന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവൻ അവിടെ വെച്ച് മരിക്കുന്നതും ഇപ്പൊ ആ ഒരു ഏലിയൻ പതിയെ ഇതിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ദേഹത്ത് ഒരു ചെറിയ ഏലിയൻ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അത് ചാടി കാർലോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവളൊരു തടി വെച്ച് അതിനെ തടഞ്ഞിട്ട് ഇപ്പൊ അതിനെ എടുത്ത അടുത്തുള്ള ആ ഒരു ചെറിയ ഓവൻ ഉണ്ട്, അതിനകത്തേക്ക് ഇട്ട് അതങ്ങ് മൂടി അതങ്ങ് തീ വെച്ച് കൊടുക്കുന്നതും ആ ഒരു ഏലിയൻ അതിനകത്ത് കിടന്ന് ഇല്ലാണ്ടായി. ഇപ്പൊ ആ ഒരു വലിയ ഏലിയൻ ഡോറെല്ലാം തകർത്ത് അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ നോഡിൻ പിന്നെ കാർലോ രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നതും ആനി വെളിയിൽ നിന്ന് ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്ന് ഈ ഒരു ഏലിയൻ ഇടിച്ച് തെറിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അതിനെ ഇടിച്ച് ഈ ഒരു ഷെഡെല്ലാം തകർത്ത് അങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാട്ടർ ടാങ്ക് ഉണ്ട് അതിനടുത്തേക്ക് ഇടിച്ചങ്ങ് നിർത്തും. അപ്പോൾ ഈ ഏലിയൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ് കാറിന്റെ മുന്നിൽ. അപ്പോൾ ആനി പതിയെ ആ ഒരു കാർ പുറകിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു വാട്ടർ ടാങ്ക് അത് മറിഞ്ഞു വീഴായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആനി പതിയെ ആ ഒരു കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവൾക്ക് പനങ്ങാൻ കഴിയുന്നില്ല. അവൾ അങ്ങനെ ആ ഒരു കാറിനടുത്ത് ഇരിക്കുമ്പോൾ ഈ ഒരു ഏലിയനും പതിയെ കാർ മാറ്റിയിട്ട് ഇങ്ങനെ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ഇപ്പൊ ആനി അവളുടെ ജീവിതത്തിൽ സംഭവിച്ച പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ആലോചിച്ചിട്ട് ഇനിയിപ്പോ ഒട്ടും സമയം വേസ്റ്റ് ആക്കാനില്ല. ആ ഒരു പോയിസൺ എടുത്ത് ഈ ഒരു ഏലിയന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റ കുത്ത്. പക്ഷെ അതിനു മുന്നേ ഏലിയൻ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനി ആ ഒരു ഏലിയൻ അറ്റാക്ക് ചെയ്ത് അതവിടെ നിന്ന് മാറിപ്പോകുന്നതും ഇപ്പൊ ഈ ഒരു പോയിസൺ അതിന്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏലിയനും അവിടെ വെച്ച് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് നോഡിനും കാർലോയും ഇവിടേക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ ആനിയുടെ ശരീരം അവർ മൂടിയിടുന്നതും ഇപ്പൊ അടുത്ത ദിവസമായി കാണിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇവർ രണ്ടുപേരും മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അതോടെ ആ ഒരു ഏലിയനും ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിലുള്ള പലരും അവരുടെ ജീവൻ സാക്രിഫൈസ് ചെയ്തിട്ടും ഈ ഒരു ഏലിയനെ എന്തായാലും കൊന്നല്ലോ എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.